Module 4 Body Fluids and Circulation. Animal body constant supply of nutrients വേണം, oxygen വേണം, then other essential substances, then continuous removal of carbon dioxide and wastes. ഇതെല്ലാം നടക്കണം. അക്വാട്ടിക് ആനിമൽസിൽ ഇതെല്ലാം അക്കംപ്ലിഷ് ചെയ്യുന്നത് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അങ്ങനെയുള്ള പ്രോസസ്സ് വഴിയായിട്ടാണ്. ദെൻ ലാർജ് ആൻഡ് കോംപ്ലക്സ് ആനിമൽസിൽ സ്പെഷ്യലൈസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട് ഈ ഫങ്ഷൻസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ സ്പെഷ്യലൈസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആബ്സെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് സ്പോഞ്ചസ്, സിലിൻഡ്രേറ്റ്സ്, ഫ്ലാറ്റ് വർംസ്, നെമറ്റോഡ്സ് എക്സെട്ര. But a typical circulatory system is present in annelids, arthropods, mollusks and chordates for the mass transport of nutrients, respiratory gases that is oxygen and carbon dioxide, then hormones, antibodies, metabolites and metabolic wastes. So ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് we have a circulatory system. So നമ്മൾ vertebrate circulatory system ആണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സർക്കുലേറ്ററി സിസ്റ്റം കാണുന്നത് വെർട്ടിബ്രേറ്റ്സിലാണ്. അതിന് രണ്ട് ഡിവിഷൻസ് ഉണ്ട്. ദേ ആർ ബ്ലഡ് വാസ്കുലാർ ഓർ കാർഡിയോ വാസ്കുലാർ സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം. ബ്ലഡ് വാസ്കുലാർ അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ബ്ലഡ്, ബ്ലഡ് വെസൽസ് ആൻഡ് ഹാർട്ട്. ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം ഇസ് കൺസിസ്റ്റ് ഓഫ് ലിംഫ്, ലിംഫ് വെസൽസ് ആൻഡ് ലിംഫ് ഹാർട്ട്. ഈ രണ്ട് സിസ്റ്റത്തിലും സർക്കുലേറ്ററി ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ബ്ലഡ് വാസ്കുലാറിൽ ബ്ലഡും ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ലിംഫുമാണ്, വിച്ച് ട്രാൻസ്പോർട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് മെറ്റീരിയൽസ് വിതിൻ ദ ബോഡി. ബ്ലഡിൽ ഒരു കാരിയർ മോളിക്യൂൾ ഉണ്ട്, അതാണ് ഹീമോഗ്ലോബിൻ. ദെൻ പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്. ഇതെല്ലാനുമാണ് നമുക്ക് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ന്യൂട്രിയൻസ്, അതേപോലെ ഹോർമോൺസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഹാർട്ടാണ് ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഒരു ഓട്ടോമാറ്റിക് പമ്പായിട്ട് ആക്ട് ചെയ്യുന്നത്, വിച്ച് കീപ്സ് ബ്ലഡ് ഓൾവേസ് സർക്കുലേറ്റിംഗ്. ബ്ലഡ് വെസൽസ് ആണ് ഈ പമ്പിൽ നിന്നുള്ള പൈപ്പ് ലൈൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ത്രൂ ദീസ് പൈപ്പ് ലൈൻസ് ദ ബ്ലഡ് ഫ്ലോസ് റൗണ്ട് ആൻഡ് റൗണ്ട് ഓൾ ദ ടൈം. ബ്ലഡ് വെസൽസ് രണ്ട് ടൈപ്സിലുണ്ട്, ആർട്ടറീസ് ആൻഡ് വെയിൻസ്. ആൻഡ് ആർട്ടറീസ് ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ടിഷ്യൂസ് ആൻഡ് വെയിൻസ് റിട്ടേൺ ബ്ലഡ് ഫ്രം ടിഷ്യൂസ് ടു ഹാർട്ട്. ആർട്ടറീസ് ടെർമിനേറ്റ് ചെയ്യുന്നത് സ്മോൾ ബ്രാഞ്ചസ് ആയിട്ടാണ്. ആൻഡ് ദീസ് സ്മോൾ ബ്രാഞ്ചസ് ആർ കോൾഡ് ആർട്ടീരിയോൾസ്. ടിഷ്യൂസിൽ ഈ സ്മോൾ ആർട്ടീരിയോൾസ് വീണ്ടും എക്സ്ട്രീംലി ഡെലിക്കേറ്റ് കാപ്പിലറീസ് ആയിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ കാപ്പിലറീസ് ടെർമിനലി അവർ ജോയിൻ ടുഗദർ ടു ഫോം വെന്യൂൾസ്. അത് വീണ്ടും ജോയിൻ ചെയ്തിട്ടാണ് വെയിൻസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ദെൻ ആർട്ടറീസ് തന്നെ രണ്ട് രീതിയിലുണ്ട്, ഇലാസ്റ്റിക് ആർട്ടറി ആൻഡ് മസ്കുലാർ ആർട്ടറി. ഇലാസ്റ്റിക് ആർട്ടറീസ് എന്ന് പറയുന്നത് അവർ ഇലാസ്റ്റിക് ആയിരിക്കും, അവർക്ക് ഡിസ്റ്റൻസിബിലിറ്റി കൂടുതലായിരിക്കും. ആൻഡ് ദേ ക്യാൻ അക്കോമഡേറ്റ് ദ സ്ട്രോക്ക് വോളിയൂം ഓഫ് ഹാർട്ട്. ദെൻ മസ്കുലാർ ആർട്ടറീസ് എന്ന് പറയുന്നത് എല്ലാ ഓർഗൻസിലേക്കും ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടിംഗ് വെസൽസ് ആണ്. ആർട്ടീരിയോൾസ് സർക്കുലേഷൻ്റെ സ്റ്റോപ്പ് ക്ലോക്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ദേ സെർവ് ആസ് എ സ്റ്റോപ്പ് ക്ലോക്സ് ഓഫ് സർക്കുലേഷൻ ബിക്കോസ് എല്ലാ ഓർഗൻസിലേക്കും എത്രത്തോളം ബ്ലഡ് എത്തണം എന്ന് കൺട്രോൾ ചെയ്യുന്നത് ആർട്ടീരിയോൾസ് ആണ്. 100 മൈക്രോണിന് താഴെ ഡയാമീറ്റർ ഉള്ള വെസൽസിൽ കൂടെയാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് മൈക്രോ സർക്കുലേഷൻ. ദെൻ ആർട്ടീരിയോൾസും വെയിൻസും തമ്മിലുള്ള ഷോർട്ട് ആൻഡ് ലോ റെസിസ്റ്റൻസ് കണക്ഷൻസിനെയാണ് ആർട്ടീരിയോ വീനസ് ഷൺസ് ഓർ AV ഷൺസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദേ ഒക്കർ ഇൻ സം ടിഷ്യൂസ് ആൻഡ് മോസ്റ്റ് കോമൺലി ഇൻ ദ സ്കിൻ where they are involved in thermoregulation. ബോഡിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് തെർമോറെഗുലേഷൻ. ആ ഒരു ഫങ്ഷൻ ആണ് ഈ ഒരു AV ഷൺസിനുള്ളത്. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് വെർട്ടിബ്രേറ്റ് സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം മാത്രമല്ല, ഇറ്റ് ഹാസ് സെവറൽ അതർ ഫങ്ഷൻസ് ഓൾസോ. ഫസ്റ്റ് ഫങ്ഷൻ ആണ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസ് ഏത് സൈറ്റിലാണ് അബ്സോർബ് ചെയ്യുന്നത്, ആ അബ്സോർപ്ഷൻ സൈറ്റിൽ നിന്ന് ഏത് സൈറ്റിലാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, ആ സൈറ്റിലേക്ക് ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സർക്കുലേറ്ററി സിസ്റ്റമാണ്. ദെൻ റെസ്പിറേറ്ററി ഗ്യാസസ് ആയ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ട്. റെസ്പിറേറ്ററി സർഫസ് അല്ലെങ്കിൽ ഓർഗൻസിലായിരിക്കും ഓക്സിജൻ എത്തുന്നത്. ദെൻ അവിടെ നിന്ന് അത് ടിഷ്യൂസിന് എത്തിച്ചു കൊടുക്കുക. ദെൻ ടിഷ്യൂസിൽ നിന്ന് വേസ്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് റെസ്പിറേറ്ററി ഓർഗൻസിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നതും സർക്കുലേറ്ററി സിസ്റ്റമാണ്. Then transport of metabolic waste.
ടിഷ്യൂസിൽ നിന്ന് എക്സ്ക്രീറ്ററി ഓർഗൻസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സർക്കുലേറ്ററി സിസ്റ്റമാണ്. ദെൻ ട്രാൻസ്പോർട്ട് ഓഫ് ഇൻഫർമേഷണൽ മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ് ആന്റിബോഡീസും ഹോർമോൺസും. അവരെവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവിടെ നിന്ന് അവരുടെ ടാർഗറ്റ് സൈറ്റിലേക്ക് എത്തിക്കുന്നത് സർക്കുലേറ്ററി സിസ്റ്റമാണ്. ആൻഡ് ദെൻ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റബോളൈറ്റ്സിന് ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസം ഇൻഡസ്റ്റൈനിൽ നടക്കുന്നുണ്ട്, ലിവറിൽ നടക്കുന്നുണ്ട്. സോ അതിന് ആ ഒരു ടിഷ്യൂവിൽ നിന്ന് വേറൊരു ടിഷ്യൂവിലേക്ക് അതിന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഫർദർ മെറ്റബോളിസം നടക്കാൻ വേണ്ടിയിട്ട് അതും സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആണ്. ദ നെക്സ്റ്റ് ഇസ് ട്രാൻസ്പോർട്ട് ഓഫ് ടോക്സിൻസ്. ടിഷ്യൂവിൽ എത്തിയിട്ടുള്ള ടോക്സിൻസ് ഫിൽട്ടർ ചെയ്ത് യൂറിനിൽ കൂടെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിഡ്നിയിലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്ക്രീറ്ററി ഓർഗനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. അതും സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആണ്. ദെൻ supply of necessary substances to secreting glands, then defense against infections and toxins, then blood in a high specific heat capacity, then high latent heat of vaporization, high thermal conductivity എല്ലാം ഉണ്ട്. സോ ഇതെല്ലാം ബോഡിയുടെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ പ്രോപ്പർ pH ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും സർക്കുലേറ്ററി സിസ്റ്റം. Then maintenance of water balance and homogeneity of tissues. Then regulation of osmotic potential and electrolyte balance. Then storage of water and some electrolytes. Electrolytes in example are glucose, sodium, potassium, etc. Next, vascular fluids are 6 types of vascular fluids and they are pseudocoelomic fluid, coelomic fluid, hemolymph, blood, tissue fluid and lymph. First one ആണ് pseudocoelomic fluid. Pseudocoelomates ഈ ഒരു pseudocoelomic fluid vascular fluid ആയിട്ടുള്ളത്. Pseudocoelomates എക്സാമ്പിൾ ആണ് nematodes, rotifers, etc. Then അടുത്ത vascular fluid coelomic fluid. eucoelomate ആയിട്ടുള്ള ഇൻവെർട്ടിബ്രേറ്റ്സ് അതായത് annelids എക്കൈനോഡേംസിലും വാസ്കുലർ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ് സീലമിക് ഫ്ലൂയിഡ്. ന്യൂട്രിയൻസ് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എത്താനും ദെൻ നൈട്രോജനസ് വേസ്റ്റ് റിമൂവ് ചെയ്യാനായിട്ടാണ് ഇവർ ഹെൽപ്പ് ചെയ്യുന്നത്. സ്യൂഡോസീലമിക് ഫ്ലൂയിഡിലും സീലമിക് ഫ്ലൂയിഡിലും റെസ്പിറേറ്ററി പിഗ്മെന്റ് ഇല്ല, പക്ഷെ ദേ കണ്ടെയ്ൻ ഫ്ലോട്ടിംഗ് ആൻഡ് വാണ്ടറിംഗ് സെൽസ്. സ്യൂഡോസീലമിക് ഫ്ലൂയിഡിലുള്ള ഫ്ലോട്ടിംഗ് ആയിട്ട് കാണുന്ന സെല്ലിന്റെ പേരാണ് സ്യൂഡോസീലമോസൈറ്റ്സ് ആൻഡ് സീലമിക് ഫ്ലൂയിഡിൽ കാണുന്ന ഫ്ലോട്ടിംഗ് സെല്ലാണ് സീലമോസൈറ്റ്സ്. ദെൻ ആർത്രോപോഡ്സിന്റെയും മൊളസ്കിന്റെയും ഹീമോസീലിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ് ഹീമോലിംഫ്. ഹയർ ഓർഗാനിസത്തിലുള്ള ബ്ലഡും ലിംഫിനും ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് ഹീമോലിംഫ് എന്ന് പറയുന്നത്. ബിക്കോസ് ഹീമോലിംഫ് കണ്ടെയ്ൻ പ്രോട്ടീൻസ് ആൻഡ് വാണ്ടറിംഗ് സെൽസ് കോൾഡ് ഹീമോസൈറ്റ്സ്. ഹീമോലിംഫിനും സെയിം റോൾ തന്നെയാണുള്ളത്. ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും ഓക്സിജനും ന്യൂട്രിയൻസും എത്തിച്ചു കൊടുക്കുക, അതേപോലെ നൈട്രോജനസ് വേസ്റ്റസും കാർബൺ ഡൈ ഓക്സൈഡും റിമൂവ് ചെയ്യുക. ദ നെക്സ്റ്റ് വാസ്കുലർ ഫ്ലൂയിഡ് ബ്ലഡ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ടിഷ്യൂ ഫ്ലൂയിഡ്. ടിഷ്യൂ ഫ്ലൂയിഡ് ഈസ് ഓൾസോ നോൺ ആസ് ഇന്റർസെല്ലുലർ ഫ്ലൂയിഡ് ഓർ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. ലോ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫ്ലൂയിഡ് ആണ് ടിഷ്യൂ ഫ്ലൂയിഡ്, ബട്ട് ഇറ്റ് കണ്ടെയ്ൻസ് സം സോൾട്സ്, ന്യൂട്രീറ്റീവ് മെറ്റീരിയൽസ് ആൻഡ് വേസ്റ്റസ്. ദ നെക്സ്റ്റ് വൺ ലിംഫ് ആണ്. ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ഒരു പാർട്ട് തന്നെയാണ് ലിംഫ് ആൻഡ് ലിംഫ് സർക്കുലേറ്റ് ചെയ്യുന്നത് ലിംഫ് വെസൽസിലൂടെയാണ്.